വേദിയിലും സദസ്സിലുമുള്ള എല്ലാ മനസ്സുകൾക്കും നല്ല നമസ്കാരം. ഞാൻ ഈ വിജ്ഞാന ദീപത്തിൻ്റെ ഒരു ഭാഗമാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ദിവസം മലപ്പുറത്തുള്ളൊരു ബിന്ദു ടീച്ചർ വിളിച്ചോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കാട്ടിലേക്കുള്ള യാത്രകൾ എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചു. ആ പുസ്തകം ഞാൻ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ഒന്ന് വായിച്ചിട്ട് ഓഡിയോ ബുക്കായിട്ട് കൊടുത്തുകൊള്ളട്ടെ എന്നൊരു അനുവാദം ചോദിക്കാൻ വേണ്ടി വിളിച്ചു. അപ്പോഴാണ് സത്യത്തിൽ ഇങ്ങനെയൊരു കൂട്ടായ്മയുണ്ടെന്നും അവർ ഇത്തരത്തിലൊരു വലിയൊരു സേവനം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യവും ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത്. അപ്പൊ ഇതിന്റെ അഡ്മിനായ ഒരു സന്തോഷ് ചെന്നാറിന്റെ വീടിനടുത്താണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന് ഈ നേരത്തെയൊക്കെ പരിചയമുണ്ട്. പക്ഷെങ്കിലും ഇങ്ങനെയൊരു സംഭവം നടക്കുന്നതായിട്ടോ ഇങ്ങനെയൊരു സേവന പ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ടോ എനിക്ക് യാതൊരു അറിവുണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് ആ ബിന്ദു ടീച്ചർ വിളിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു വലിയൊരു കൂട്ടായ്മയാണെന്നും ഇതുവഴി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കാഴ്ചാ പരിമിതരിലേക്ക് ഒരുപാട് മലയാള പുസ്തകങ്ങളും ഇംഗ്ലീഷ് പുസ്തകങ്ങളും അറിവിന്റെ ഒരുപാട് കടകളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത ഞാൻ അറിഞ്ഞത്. അപ്പൊ അത് അങ്ങനെ ഞാൻ ഇതിന്റെ ഒരു ഭാഗമായി മാറുകയായിരുന്നു. പിന്നീട് എനിക്ക് ഒരുപാട് ജോലി സമയമുള്ളതുകൊണ്ട് ഒത്തിരി വായിക്കാനോ അല്ലെങ്കിൽ വായിച്ച ഓഡിയോ ബുക്ക് അപ്ലോഡ് ചെയ്യാനോ പറ്റാറില്ല. പക്ഷെ എങ്കിലും ആ കിട്ടുന്ന സമയം കൊണ്ട് കുറെ കഥകള്, കുറെ പ്രത്യേകിച്ച് ഇപ്പൊ മലയാളം സാഹിത്യത്തിൽ ഒരുപാട് നല്ല നല്ല ചെറുകഥകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അത്തരം ചെറുകഥകൾ വായിച്ച് ഞാൻ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടിയാണ് ഈ സുഭാഷ് ചന്ദ്രൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ശബ്ദത്തിന്റെ ഒരു ശക്തിയും ഒരു മാന്ത്രികതയും എന്താണ് എന്ന് ഞാനും തിരിച്ചറിഞ്ഞത്. കാരണം ഈ ശബ്ദത്തിലൂടെ ഞാൻ വായിക്കുന്ന കഥകൾ കേട്ടിട്ട് ഏതൊക്കെയോ സ്ഥലങ്ങളിൽ നിന്ന് ആരൊക്കെയോ വിളിക്കുകയും ആ കഥകളിലൂടെ എന്നോടൊരു സ്നേഹം അവർക്ക് തോന്നുകയും, ഇതിപ്പോ ഞാൻ എഴുതിയ കഥകൾ പോലുമല്ല, ഇപ്പൊ അനന്തപത്മനാഭൻ എഴുതിയ കൊരലാറും അല്ലെങ്കിൽ ഷാഹിന എഴുതിയ ജലത്തിന്റെ നിറം പോലെ ഇത്തരം കഥകളൊക്കെ വായിച്ചിട്ട് ആ വായനയിലൂടെ ആ ശബ്ദത്തിലൂടെ അവർ ഈ കഥാകാരന്മാരെ പോലെ തന്നെ അല്ലെങ്കിൽ കഥാകാരങ്ങളെ പോലെ തന്നെ എന്നെയും സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ആ ശബ്ദത്തിന്റെ ഒരു ശക്തി, അല്ലെങ്കിൽ ആ ശബ്ദത്തിലൂടെ നമ്മൾ മറ്റൊരാളെ തൊടുന്നതിന്റെ ഒരു ശക്തി ഞാൻ മനസ്സിലാക്കിയത്. അതാണ് വിജ്ഞാന ദീപം എന്ന കൂട്ടായ്മയിലൂടെ എനിക്ക് കിട്ടിയ ഒരു വലിയ എന്താ പറയുക, ഒരു ചാരിതാർത്ഥ്യവും അല്ലെങ്കിൽ ഒരു സ്വയം തോന്നുന്ന ഒരു അഭിമാന നിമിഷം പോലുമായിട്ടാണ് ഞാൻ അതിനെ എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഇവിടെ ഈ മഷിവട്ടം, അതുപോലെ തന്നെ പവർ ഓഫ് പെൻ, പുണ്യം എന്നീ വാക്കുകൾ കാണുമ്പോൾ നമുക്കറിയാം ഈ എല്ലാവരും ഉദ്ദേശിക്കുന്നതും അല്ലെങ്കിൽ ലോകം മുന്നോട്ട് പോകാൻ. ഇപ്പൊ തന്നെ നമുക്ക് ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിൽ നോക്കിയാലും കാണാം, ചില ഭാഗങ്ങളിൽ യുദ്ധം നടക്കുന്നു, ചില ഭാഗങ്ങളിൽ പട്ടിണി, പരിവട്ടം, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യൻ എന്നും ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്നിടത്ത് നമ്മളെ കൊണ്ട് എന്ത് പുണ്യം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്ത് നന്മകൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു തിരിച്ചറിവ് കൂടിയാണ് ഇത്തരം ഒരു കൂട്ടായ്മകൾ മുന്നോട്ട് വയ്ക്കുന്നത്. അത് തന്നെയാണ് ഇതിന്റെ പ്രസക്തി. ഞാൻ ഒരു സഞ്ചാരിയാണ്. ഞാൻ ലോകത്തിന്റെ ഒരു 14 രാജ്യങ്ങളിൽ പോകാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും പോകാൻ ഒരു സൗഭാഗ്യം കിട്ടിയ ഒരാളാണ്. കേരളത്തിന്റെയും എല്ലാ ഭാഗങ്ങളിലും സഞ്ചരിക്കാൻ പറ്റുന്നു. ഈ സഞ്ചരിക്കുന്ന സമയങ്ങളിലൊക്കെ തന്നെയും നമ്മൾ അവിടെ നിന്ന് എന്ത് പഠിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ നന്മ നിറഞ്ഞ എന്തെങ്കിലും ഒരു പ്രവൃത്തി കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു അനുരണനം എന്താണ് എന്ന് സ്വയം തിരിച്ചറിയണം എന്ന് വിചാരിക്കുന്നവരാണ്. എൻ്റെ ഒരു ചെറിയൊരു അനുഭവം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഒരിക്കൽ ട്രിച്ചിയിലെ ഒരു വലിയ ക്ഷേത്ര സമുച്ചയമുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സജീവമായ ക്ഷേത്ര സമുച്ചയമാണ് ട്രിച്ചിയിലെ ക്ഷേത്രം എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലുത് അങ്കോർവാട്ടിലാണ്. അങ്കോർവാട്ടിലത് പക്ഷേ സജീവമായ ക്ഷേത്ര സമുച്ചയമല്ല. ഈ ക്ഷേത്ര സമുച്ചയത്തിൽ പോയി ഞാൻ എൻ്റെ ഫോട്ടോഗ്രാഫറായ എന്നപ്രതി എന്ന് പറയുന്ന സുഹൃത്തുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടുത്തെ ഒരു ജ്യൂസ് കടയിൽ കയറി. ആ ജ്യൂസ് കടയിൽ സ്ത്രീകൾ ഇരുന്നിട്ട് ജ്യൂസ് ഉണ്ടായിരുന്നു. മൊത്തം സ്ത്രീകളാണ്, അവിടുത്തെ ജീവനക്കാരെ മുഴുവൻ സ്ത്രീകളാണ്. അവർ ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, പലതരം ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ 2 ജ്യൂസിന് ഓർഡർ ചെയ്തിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ആംബുലൻസിന്റെ ശബ്ദം പെട്ടെന്ന് അന്തരീക്ഷത്തിലേക്ക് കടന്നു വന്നു. അപ്പൊ ആംബുലൻസിന്റെ ഈ ശബ്ദം കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എന്റെ മനസ്സിൽ ഉണരുന്ന ഒരു ദൃശ്യം അല്ലെങ്കിൽ ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിന്നാരം എന്ന് പറയുന്ന സിനിമയിൽ ജഗതി ശ്രീകുമാറിന്റെ ഒരു സീനാണ് എന്റെ മനസ്സിലേക്ക് എപ്പോഴും കടന്നു വരിക. ആംബുലൻസ് എവിടെ കടന്നു പോകുമ്പോഴും ഈ ജഗതി ശ്രീകുമാറിന്റെ ഒരു സീനായിരുന്നു എന്റെ മനസ്സിലേക്ക് കടന്നു വരിക. അപ്പൊ ജഗതി ശ്രീകുമാർ പറയുന്നുണ്ട് അതിനകത്ത്, ആ നിലവിളി ശബ്ദം ഇടൂ എന്ന് പറഞ്ഞിട്ട് ജഗതി ശ്രീകുമാർ തന്നെ ഇതിനകത്തോട്ട് കയറി കിടക്കുകയും
ആ നിലവിളി ശബ്ദം കേട്ടുകൊണ്ട് ആംബുലൻസ് കടന്നു പോകുന്ന രംഗങ്ങൾ, പ്രത്യേകിച്ച് മിന്നാരം എന്ന് പറയുന്ന സിനിമ കണ്ടതിന് ശേഷം എവിടെ ആംബുലൻസ് കണ്ടാലും എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ദൃശ്യം എന്ന് പറയുന്നത് അതായത്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ജ്യൂസ് കടയിലുണ്ടായിരുന്ന ജ്യൂസ് അടിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടി അവളുടെ ജ്യൂസിന്റെ മെഷീൻ ഓഫ് ചെയ്യുക, അതിന്റെ ആ സ്വിച്ച് ഓഫ് ചെയ്യുകയും ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, അതായത് ആ ആംബുലൻസിൽ കടന്നു പോകുന്ന അജ്ഞാതനായ ഏതോ ഒരാൾ, അയാൾ ഒരു കുടുംബനാഥനാവാം, അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് നട്ടല്ലാവാം, അല്ലെങ്കിൽ ആരായിരിക്കാം, ആരാണ് എന്ന് പോലും അറിയാതെ കടന്നു പോകുന്ന ഒരു അജ്ഞാതനായ രോഗിക്ക് വേണ്ടി ഒരു നിമിഷം താൻ ചെയ്തൊരു പ്രവൃത്തി നിർത്തിവെക്കുകയും അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന പോലെ ഒരു നിമിഷത്തെ ഒരു പ്രാർത്ഥന അവിടെ ഉണ്ടാവുകയും ചെയ്തു എന്നാലോചിച്ചപ്പോൾ എനിക്ക് സത്യത്തിൽ ഒരു കുറ്റബോധം തോന്നി. ഞാൻ ഇത്രയും കാലം ഈ ആംബുലൻസിന്റെ ശബ്ദം കടന്നു പോകുമ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരു കോമഡി വർക്കൗട്ട് ചെയ്യുകയും ഞാൻ ഈ ജഗതിയെ ഓർക്കുകയും ചിരിക്കുകയും ചെയ്യുന്നത്, സത്യത്തിൽ അതല്ലായിരുന്നല്ലോ ഞാൻ ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ള ഒരു സത്യത്തിന്റെ ഒരു കണ്ണു തുറക്കുന്നതിന്റെ ഒരു നിമിഷമായിരുന്നു എനിക്കത്. അത് ഞാനിവിടെ ഓർത്തു പോവുകയാണ്, ഈ സന്ദർഭത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ്. കാരണം ഇതുപോലുള്ള ഒരുപാട് നന്മകളും പുണ്യങ്ങളും നടന്ന പ്രവൃത്തികൾക്കാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ സാക്ഷിയാവുന്നത് മാത്രമാണ് ഞാൻ ഓർത്തു പോയത്. അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് അതുകൂടെ പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുക. ഈ മാതൃഭൂമി ആഴ്ച സുഭാഷ് ചന്ദ്രനാണ് അതിന്റെ എഡിറ്റർ. അപ്പൊ അദ്ദേഹം അടുത്ത കാലത്ത് കൊടുത്ത 2 കഥകൾ, അതൊന്ന് ജലത്തിന്റെ നിറം പോലെ എന്നുള്ള കഥയാണ്, അതിനകത്തും അതുപോലെ തന്നെ പകരം എന്ന് പറയുന്ന സുസ്മേഷ് ചന്ദ്രത്തിന്റെ കഥ. ഈ 2 കഥയ്ക്കകത്തും ഇതുപോലുള്ള, അതായത് കണ്ണുണ്ടെങ്കിലും കാണാത്തവരുടെയും കണ്ണില്ലെങ്കിലും എല്ലാം കാണുന്നവരുടെയും തൊട്ടടുത്തിരിക്കുന്ന എല്ലാ മനുഷ്യജീവികളുടെയും സൂക്ഷ്മമായും അതുപോലെ തന്നെ ആ സ്നേഹത്തിന്റെ കണ്ണുകളിലൂടെ എങ്ങനെയാണ് നമ്മൾ ഒരാളെ ചേർത്ത് നിർത്തേണ്ടതെന്നും ചേർത്ത് പിടിക്കേണ്ടതെന്നും വ്യക്തമാക്കുന്ന 2 കഥകളാണ് ജലത്തിന് നിറം പോലെയും ഈ പകരം എന്ന് പറയുന്ന കഥ. ഈ 2 കഥയും വിജ്ഞാനദീപം കൂട്ടായ്മയിൽ ഞാൻ തന്നെ വായിച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഷാബിയാണ് അത് അപ്ലോഡ് ചെയ്യുന്നത്. ആ കഥകൾ വായിച്ചിട്ടും കേട്ടിട്ടും പലരും വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്തൊക്കെയും നമ്മൾ പങ്കുവെക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് ഇതാണ്. അതായത് കാഴ്ച എന്ന് പറയുന്നത് ഒരു കേവലം ഉപരിപ്ലവമായ ഒന്നല്ലെന്നും ആന്തരികമായ ഒരു കാഴ്ച തന്നെയാണ്. അത് നേരത്തെ പറഞ്ഞ എല്ലാ പ്രാസംഗികരും സൂചിപ്പിച്ച ഒരു കാര്യം തന്നെയാണ്. അതുകൂടെ ഒന്ന് ആവർത്തിച്ച് പറയുന്നത് മാത്രമേ ഉള്ളൂ. അതായത് ആന്തരികമായ ഒരു ലോകത്തിലുണ്ടാവുന്ന കാഴ്ച, അല്ലെങ്കിൽ സഹജീവികളെ തൊട്ടറിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാഴ്ച, ആ കാഴ്ചയിലൂടെ അവരെ ചേർത്ത് പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മൾ പോലും ദൈവികതയിലേക്ക്, അല്ലെങ്കിൽ ദൈവം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങൾ തന്നെയാണ് ദൈവം എന്നുള്ളതാണ്. അത് നമ്മൾ മറ്റൊരാൾക്ക് കൈ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അയാൾ വീണ് കിടക്കുന്ന ഒരു മനുഷ്യനെ ഒരു കൈത്താമം ആകുമ്പോൾ അയാൾ അവിടെ ദൈവമാകുന്നു. അതിനപ്പുറം ഒരു ദൈവസങ്കല്പത്തിനും ഈ ലോകത്ത് പ്രസക്തിയില്ല എന്ന് ഞാൻ കരുതുന്നു. അത്തരം ഒരു ചിന്താഗതികൾ എല്ലാവരും ഉണ്ടാവട്ടെ. അതിനുള്ള ചെറിയ ചെറിയ തുടക്കങ്ങളുടെ ഒരു ഭാഗമായി ഈ പുണ്യത്തിന്റെ പ്രവൃത്തിയും അതുപോലെ തന്നെ ഈ കൂട്ടായ്മയും വിജ്ഞാനത്തിലും കൂട്ടായ്മയും കാണുന്നു. എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാവട്ടെ. നമുക്ക് ഈ ലോകത്തെ ഇതേപോലെ തന്നെ എന്നും നമ്മളെ കൊണ്ടാവും പോലെ ചേർത്ത് പിടിക്കാം എന്ന് മാത്രം പ്രവർത്തിച്ചുകൊണ്ട് നിർത്തട്ടെ. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.